നമസ്കാരം. എൻ.വി. നികേഷ് കുമാർ തന്റെ 28 വർഷത്തെ മാധ്യമ ജീവിതത്തിന് വിരാമമിട്ടിരിക്കുകയാണ്. നിലവിൽ റിപ്പോർട്ടർ ചാനലിൽ എഡിറ്റർ സ്ഥാനം ഒഴിഞ്ഞാണ് അദ്ദേഹം വിരമിച്ചിരിക്കുന്നത്. ഇനി മുഴുവൻ സമയവും CPM-ൽ സർവ്വസാന്നിധ്യമാകാൻ ഒരുങ്ങിയിരിക്കുകയാണ് അദ്ദേഹം. CPM നേതാവും മുൻ മന്ത്രിയുമായ M.V. രാഘവന്റെ മകനും കൂടിയാണ് M.V. നികേഷ് കുമാർ. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഴീക്കോട് മത്സരിക്കാൻ നികേഷ് കുമാർ മാധ്യമപ്രവർത്തനം ഉപേക്ഷിച്ചെങ്കിലും തെരഞ്ഞെടുപ്പിൽ തോറ്റതുകൊണ്ട് അദ്ദേഹം വീണ്ടും മാധ്യമരംഗത്ത് തിരിച്ചെത്തിയിരുന്നു. എല്ലാ കാലത്തും തന്റെ ജീവിതത്തിൽ രാഷ്ട്രീയം കൂട്ടുണ്ടായിരുന്നു എന്നുള്ളതും ഒരു പൗരൻ എന്ന നിലയിൽ പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായി നിലയുറച്ചുകൊണ്ട് പലതരത്തിലുമുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ചാനലിൽ നിന്നുകൊണ്ട് തന്നെ പൊതുപ്രവർത്തനം തുടരുക എന്നത് തടസ്സമുള്ള കാര്യമായതിനാലാണ് ഇപ്പോൾ മൊത്തത്തിൽ വിരമിക്കൽ തീരുമാനം എടുത്തതെന്നും നികേഷ് കുമാർ വ്യക്തമാക്കി. ഏഷ്യാനെറ്റ്, ഇന്ത്യ വിഷൻ ചാനലുകളിൽ പ്രവർത്തിച്ച ശേഷമാണ് നികേഷ് കുമാർ റിപ്പോർട്ടർ എന്ന ചാനൽ തുടങ്ങുന്നത്. ചാനൽ മറ്റൊരാൾക്ക് കൈമാറിയെങ്കിലും എഡിറ്റർ സ്ഥാനത്ത് അദ്ദേഹം തുടരുകയായിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസിലൂടെയാണ് ആദ്യമായി അദ്ദേഹം മാധ്യമപ്രവർത്തന രംഗത്തേക്ക് കടന്നു വരുന്നത്. ഇന്ത്യ വിഷൻ ചാനൽ തുടങ്ങിയപ്പോൾ അതിന്റെ CEO ആയി തുടർന്നാണ് റിപ്പോർട്ടർ ചാനൽ തുടങ്ങുന്നത്. അദ്ദേഹത്തെ ഉടൻ CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം ആക്കുമെന്നാണ് വാർത്താവൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. M.V. രാഘവൻ എന്ന രാഷ്ട്രീയ നേതാവിന്റെ മകനെന്ന വിലാസത്തിൽ തുടക്കകാലത്ത് അദ്ദേഹം അറിയപ്പെട്ടിരുന്നെങ്കിലും അതിനുശേഷം തന്റേതായ മേൽവിലാസം ഉണ്ടാക്കിയെടുത്ത ഒരാളാണ് നികേഷ് കുമാർ. 2016 മാധ്യമപ്രവർത്തനം അപ്പാടെ വേണ്ടെന്ന് വെച്ചിട്ട് നികേഷ് കുമാർ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെച്ചപ്പോൾ സംഭവിച്ചത് ഒട്ടും നനച്ചിരിക്കാത്ത തരത്തിലുള്ള പരാജയം അദ്ദേഹത്തെ വീണ്ടും മാധ്യമപ്രവർത്തനത്തിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു എന്നുള്ളതാണ്. അന്ന് പാർട്ടി ചിഹ്നത്തിലാണ് നികേഷ് പോർക്കളത്തിലിറങ്ങി മത്സരിച്ചത്. 2287 വോട്ടുകൾക്ക് തോൽക്കുകയാണ് ഉണ്ടായത്. അഴീക്കോട് മണ്ഡലത്തിൽ മുസ്ലിം ലീഗ് നേതാവ് KM ഷാജിയായിരുന്നു അന്ന് നികേഷ് കുമാറിനെതിരെ വിജയിച്ചത്. ഒരു പൗരൻ എന്ന നിലയിൽ പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായി വിവിധ രീതിയിൽ നിലകൊള്ളാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നതെന്നും ഇനി CPM അംഗമായി പ്രവർത്തിക്കുമെന്നും റിപ്പോർട്ടർ TV ഞാൻ ജന്മം നൽകിയ സ്ഥാപനമായതിനാൽ എൻ്റെ കരുതലും സ്നേഹവും എല്ലാം എല്ലാ കാലത്തും റിപ്പോർട്ടറിനൊപ്പം ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ മത്സരിക്കുമെന്ന് ആദ്യഘട്ടത്തിൽ വൃത്തങ്ങൾ സൂചിപ്പിച്ചിരുന്നുവെങ്കിലും ഇനി ചാനലിന്റെ ചുമതലകൾ ഒഴിഞ്ഞതോടെ ഇനിയിപ്പോൾ നികേഷ് കുമാറിനെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്.